ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികേ. എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ബഹുമാനം, സ്നേഹം, പ്രണയം പറഞ്ഞു വരുമ്പോ പലപ്പോഴും പലതിന്റെ അർത്ഥം ഒന്നാ. പ്രണയോ? ഒരുപക്ഷെ സുജാതയുടെ മനസ്സിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷെ ദത്തന്റെ മനസ്സിലുണ്ട്. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യം പറയല്ലേ ചേച്ചി. ദത്ത സാർ അങ്ങനെ ഇത് അറിഞ്ഞാലുണ്ടല്ലോ. അറിഞ്ഞാലൊന്നുമില്ല. ദത്തനോട് ഞാൻ തന്നെ സംസാരിക്കാം. അയ്യോ ചേച്ചി വെറുതെ എന്നെ കൊലയ്ക്ക് കൊടുക്കല്ലേ. അതിന് സുജാത തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇതൊക്കെ എന്റെ തീരുമാനമല്ലേ. എന്ത് തീരുമാനം? സുജാതയ്ക്ക് എന്റെ ദത്തേട്ടന് ഒരു ജീവിതം കൊടുത്തൂടെ? ചേച്ചി ആദ്യം കേൾക്കുമ്പോ ഒരു ഞെട്ടലും പരിഭ്രമമൊക്കെ ഉണ്ടാവും, എനിക്കറിയാം. ഞാൻ കാര്യങ്ങള് വിശദമായിട്ട് പറയുമ്പോ അതൊക്കെ അങ്ങ് മാറും. ചേച്ചി ചുമ്മാ കളി പറയല്ലേ. ഞാൻ കളി പറഞ്ഞതല്ല. കളി പറയാൻ പറ്റിയൊരു കാര്യമല്ലല്ലോ ഇത്. എന്റെ പൊന്നു ചേച്ചി, ചേച്ചിക്ക് എന്താ വട്ടാണോ? വട്ട് പിടിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാനത് ചെയ്യുന്നത്. എന്ത്? തന്നെയും ദത്തേട്ടനെയും ഒന്നിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു. അയ്യോ എന്താ, തന്നെ സ്വന്താക്കാനുള്ള യോഗ്യത എന്റെ ദത്തേട്ടനില്ലേ? ആരോഗ്യമില്ലേ? പഠിപ്പില്ലേ? ആരും കൊതിക്കുന്ന സൗന്ദര്യമില്ലേ? അന്തസ്സുള്ളൊരു ജോലിയില്ലേ? സ്നേഹിക്കാനൊരു മനസ്സില്ലേ? ഇതിൽ കൂടുതൽ എന്താണൊരു പുരുഷനിൽ നിന്ന് സ്ത്രീ പ്രതീക്ഷിക്കുന്നത്? ദത്തൻ സാറ് മോശക്കാരനാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ എന്താ തന്റെ പ്രശ്നം? സമൂഹത്തെയാണോ താൻ ഭയക്കുന്നത്? ദത്തേട്ടന്റെ സ്വന്തം ഭാര്യയ്ക്കില്ലാത്ത എന്ത് പ്രശ്ന സമൂഹത്തിനുള്ളത്? അവരോട് പോവാൻ പറ. അവർക്കുള്ള മറുപടി ഞാൻ കൊടുത്തോളാം. എനിക്കറിയേണ്ടത് തന്റെ മനസ്സാ. ചങ്കി തട്ടി ഞാൻ ചോദിച്ചോട്ടെ, എന്റെ ദത്തേട്ടനൊരു ജീവിതം കൊടുക്കാൻ തനിക്ക് കരുണ കാണിച്ചൂടെ? നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തിത്തരും. എന്റെ ഈശ്വര. ഈശ്വരന്മാരെ സാക്ഷി നിർത്തി ചെമ്പകശ്ശേരിയിൽ ആത്മജ പറയുന്നു, വാക്ക് മാറില്ല ഞാൻ ഒരിക്കലും. തന്റെ ഈ മൗനം സമ്മതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എത്രയും പെട്ടെന്ന് തന്റെയും ദത്തന്റെ വിവാഹം ഞാൻ നടത്തും. എതിര് പറയരുത്. എന്റെ അപേക്ഷ. കൂടെ പിറക്കാതെ പോയ കൂടെപ്പിറപ്പായി സുജാത എന്നെ കരുതണം. കരുതില്ലേ? ഞാൻ പൊയ്ക്കോട്ടെ. പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കും. സുജാതയുടെ അനുകൂലമായ മറുപടിക്ക് വേണ്ടി. അവളുടെ മനോനില ആകെ തകർന്നിരിക്കാന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ അത് ഇത്രത്തോളം എത്തിയെന്ന് ഞാൻ അറിഞ്ഞില്ല. സത്യം പറയാലോ സർ, ആ ഷോക്കിൽ നിന്ന് ഞാൻ ഇതുവരെ റിക്കവർ ആയിട്ടില്ല. ചേച്ചി എന്താ സർ ഇങ്ങനെ? എനിക്കറിയില്ലടോ. അറിയാത്ത കാര്യം ഞാനങ്ങനെ പറയാനാ? അറിയില്ലെന്ന് പറഞ്ഞ സാറിന്റെ വൈഫല്ലേ, അങ്ങനെ സാറിനെ കൈവിടാൻ പറ്റുമോ? എന്ത് ചെയ്യണം എന്ത് പറയണമെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ലടോ. ഇതുവരെ അവൾക്ക് സംശയരോഗമായിരുന്നു. അത് ഞാൻ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തുകൊണ്ട് പോകുമായിരുന്നു. ഇപ്പം അതല്ലല്ലോ അവസ്ഥ. എനിക്ക് കല്യാണം ആലോചിച്ച് ഇറങ്ങാന്നൊക്കെ വെച്ചാ. സാർ അന്ന് പറഞ്ഞതുപോലെ ഇതും സംശയരോഗത്തിന്റെ ഒരു പീക്ക് അവസ്ഥയായിക്കൂടെ? മനസ്സിലായില്ല? നമ്മളെ പരീക്ഷിക്കാൻ, നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് പിടിച്ചെടുക്കാൻ, നമ്മൾ എവിടം വരെ പോകുമെന്നറിയാൻ. എന്തോ എനിക്കങ്ങനെ തോന്നുന്നില്ല. അതിനാണെങ്കിൽ ഇത്രയും വലിയ കളി കളിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവൾക്ക് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഈ ഡെലിവറിക്ക് ശേഷം അവളിങ്ങനെ. എടോ, ഞാനൊന്ന് പറഞ്ഞില്ലേ, ഈ കുട്ടിയെ ജീവനോട് കിട്ടിയില്ലെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്യുന്നവരൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. കുഞ്ഞിനെയും കൊണ്ട് ആദ്യമായിട്ട് വീട്ടിൽ വന്ന് കയറിയപ്പോ പൂജ കുഞ്ഞിനെ എടുക്കാൻ ചോദിച്ചപ്പോ
അവൾ അവിടെ കിടന്ന് കാട്ടിക്കൂട്ടി പോകൽ എന്താണെന്ന് അറിയോ? അതേ അവള് തന്നെയാ ഇപ്പൊ കുഞ്ഞിനെ ഫുൾ ടൈം പൂജ ഏൽപ്പിച്ചിരിക്കുന്നത്. കുഞ്ഞിനെ ആദിക്കും പൂജയ്ക്കും ദത്ത് കൊടുക്കാൻ പോവാണെന്നൊക്കെ പറയുന്നേ. ദത്ത് കൊടുക്കാനോ? ആ, ഓരോ ദിവസവും അവൾ ഓരോ ഭ്രാന്ത പറയുന്നേ. അല്ല, എന്നിട്ട് ആദ്യം പൂജ എന്തു പറഞ്ഞു? അവരെന്തു പറയാന്? അവര് എന്നെ പോലെ നിസ്സഹായ അവസ്ഥയിലാ. സാർ ഇങ്ങനെ തളർന്ന കൂടുതൽ കോംപ്ലിക്കേറ്റ് ആയിട്ടുള്ള അവസ്ഥയിലോട്ട് പോകത്തല്ലേ ഉള്ളൂ. കൃത്യമായിട്ടുള്ളൊരു തീരുമാനം എടുക്കേണ്ടത് ഇപ്പോഴാ. ഞാൻ എന്ത് വേണമെന്നോ താൻ പറയുന്നേ? എന്റെ ഭാര്യയെ ഭ്രാന്താശുപത്രിയിലാക്കണോ, അല്ലെങ്കിൽ കൈയും കാലും കെട്ടിയിട്ട് ഷോക്ക് കൊടുക്കണോ? സാർ ഇത്ര സില്ലി ആവരുത്. ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോ അത് മാത്രമല്ലല്ലോ. ഏത് ട്രീറ്റ്മെന്റ് ആണെങ്കിലും അവൾ നിന്ന് തരണ്ടേ? എടോ, അവളെ നോവിച്ചിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ മുഖത്ത് നോക്കി മറിച്ചൊരക്ഷരം പറയാൻ എനിക്കിപ്പോഴും ധൈര്യമില്ല. ഞാൻ അത്രയ്ക്ക് അവളെ സ്നേഹിക്കുന്നുണ്ട്. അവളില്ലാതെ ഒരു നിമിഷം പോലും എന്നെ കൊണ്ട് ജീവിക്കാനാവില്ല. എന്താ സാർ ഇത്? പ്ലീസ്. എല്ലാം ശരിയാവും സാർ. സാർ ധൈര്യമായിട്ടിരിക്കെ. ഒന്നും ശരിയാവില്ല. നോക്കിക്കോ, അവൾ ഇനിയും തന്നെ തേടി വരും. ഇനി എന്ത് ഭീഷണി മുഴക്കി ഞാനുമായിട്ടുള്ള വിവാഹത്തിന് നിർബന്ധിക്കും. അങ്ങനെ സംഭവിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? ഒറ്റ വഴിയുള്ളൂ, എല്ലാം കേട്ട് സമ്മതം ഉള്ളിൽ നിന്നു കൊടുക്കുക. സാർ, സുജാതെ, നമ്മൾ എതിർക്കാൻ പോയാല് ഒരുപക്ഷെ അവൾ ഇതിലും കുഴപ്പം പിടിച്ച അവസ്ഥയിലേക്ക് പോയെന്നിരിക്കും. പിന്നെ ചിലപ്പോ പിടിച്ചാൽ കിട്ടില്ല. എങ്ങനെങ്കിലും അനുനയം പറഞ്ഞ് അതിനിടയിൽ അവൾക്ക് ഫീൽ ചെയ്യാത്ത രീതിയിൽ ഒരു ട്രീറ്റ്മെന്റിനുള്ള അറേഞ്ച്മെന്റ്സ് ഞാൻ ചെയ്യാം. അതുവരെ അവളുടെ ഓരോ താളത്തിന് നിന്നു കൊടുത്തേ പറ്റൂ. താൻ എന്നോട് ക്ഷമിക്കണം. എതിയിട്ട് പോയൊരു ഭർത്താവിന്റെ അപേക്ഷ. എന്താ സാർ ഇത്? സാറിനെ എനിക്ക് മനസ്സിലാവില്ലേ? വിഷമിക്കരുത്. എന്തിനും ഏതിനും ഞാൻ കൂടെ ഉണ്ടാവും. ഞാൻ എന്തായി കാണുന്നത്? ഈ കുട്ടി ഇപ്പോഴും ജീവനോടെ ഉണ്ടോ? ജീവനോടെ ഉള്ളതുകൊണ്ടാണല്ലോ ഡോക്ടർ ഞാൻ വന്നത്. എന്നാലും എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എനിക്ക് ശരിക്കും കുട്ടി ജീവനോടെ ഉണ്ടല്ലോ അല്ലേ? അതോ പ്രേതമായി എന്നോട് താങ്ക്സ് പറയാൻ വന്നതാണോ? നിലവിൽ ജീവനോടെ ഉണ്ട്. എന്ന് മരിക്കുമെന്ന് അറിയാനാണ് ഞാൻ വന്നത്. ഉഴയ്ക്കുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ലെന്ന് അന്നേ ഞാൻ പറഞ്ഞതല്ലേ. മരണത്തിന്റെ കാര്യം ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. ഏത് നിമിഷവും എന്ത് സംഭവിക്കാം. അത് ഏത് നിമിഷമാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതിനുള്ള ഉത്തരം ദൈവത്തിന്റെ കയ്യിലാണ്. ഞാൻ നിസ്സഹായനാണ് കുട്ടി. ശരി, മരണസമയം പറയണ്ട. മരിക്കാൻ പോകുന്നതിന് മുൻപുള്ള സിംറ്റംസ് പറയാമല്ലോ.